ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല കുറച്ച് റെസിപ്പീസും നാടൻ ലഞ്ചും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. കുറച്ചധികം വിശേഷങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുപോകുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും മറക്കാതെ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ രാവിലെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ നിസ്കാരവും പ്രാർത്ഥനയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫ്രഷ് ആവലെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി രാവിലത്തെ കാര്യങ്ങളൊക്കെ നോക്കലാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, കൂടെ തന്നെ ലഞ്ച് ഉണ്ടാക്കണം, ക്ലീനിങ് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാനെടുത്തൊരു പുതിയ തീരുമാനമാണ് കേട്ടോ. ക്ലീനിങ്ങിൻ്റെയും എൻ്റെ ലൈഫിൽ ഞാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നൊരു പുതിയ തീരുമാനം ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഒരു പുതിയൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു 2-3 ദിവസം അതിങ്ങനെ ഫോളോ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ പറയുക, നല്ലൊരു അടുക്കും ചിട്ടയും ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളോടും കൂടെ ഷെയർ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരത്തെ എണീറ്റിട്ട് നമുക്ക് കുക്കിങ്, ക്ലീനിങ്, നമുക്ക് അന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 8-9 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഫ്രീ ആവുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഫ്രീ ആയിട്ട് നമുക്ക് എന്താണോ പഠിക്കുന്നവരാണെങ്കിൽ പഠിക്കുക, വർക്ക് ചെയ്യാൻ പോകുന്നവരാണ് അങ്ങനെയാണ്. വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ അതിനായിട്ട് നമുക്ക് സമയം കണ്ടെത്താം. പിന്നെ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ, ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയൊക്കെ കേട്ടോ. നമുക്ക് ഓരോന്ന് ചെയ്ത് വെക്കാനും നമ്മളെ കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് സമയം കണ്ടെത്താനും എല്ലാം ടൈം നമുക്ക് ഒരുപാട് കിട്ടും. അത് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ 4 മണിക്ക് എണീറ്റ് എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയും ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഒരു 9 മണി അല്ലെങ്കിൽ ഒരു 8:30 ആ സമയത്തിനുള്ളിൽ എൻ്റെ പണികൾ, ഞാൻ അന്നത്തെ ദിവസം എന്തൊക്കെയാണോ പണികളെടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മൈൻഡിൽ അങ്ങനെയാട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു വെള്ളവും അതുപോലെ എന്തെങ്കിലും പഴം പുഴുങ്ങിയതോ അല്ലെങ്കിൽ എഗ്ഗ് പുഴുങ്ങിയതോ അങ്ങനെ എന്തെങ്കിലും കഴിക്കലുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്നതാണ് ഇത്. ശരിക്കും ഒരു ഹെൽത്തി റൊട്ടീൻ, ഹെൽത്തി ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴമൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കലാണ്. അപ്പുറത്ത് കാപ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ റഫീഖക്കും വാക്കും എന്തായാലും കാപ്പി നിർബന്ധമാണ് കേട്ടോ. എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും അവർക്ക് പറ്റില്ല. കുറേയൊന്നുമില്ല കേട്ടോ. രാവിലത്തെ ഒരു കാപ്പിയാണ്. വൈകുന്നേരം ചിലപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ മാത്രമാണ് റഫീഖ കുടിക്കുക കേട്ടോ. വാവ കുടിക്കലുമില്ല. അപ്പോൾ അത് ഞാൻ മുടക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ സ്റ്റോപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. ചായ, കാപ്പി അതെല്ലാം സ്റ്റോപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളമാണ് കുടിക്കുന്നത്. പഴം കഴിക്കും അല്ലെങ്കിൽ എഗ്ഗ് കഴിക്കും. അങ്ങനെ എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കലുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നേരത്തെ എണീക്കുന്നത്, ആ നേരത്തെ എണീറ്റിട്ട് ഇപ്പം നമ്മളെ പ്രാർത്ഥനയ്ക്കും നമുക്ക് ഒന്ന് മൈൻഡ് ഫ്രീ ആവട്ടെ, മൈൻഡ് റിലാക്സ് ആവട്ടെ. എത്ര വിഷമമുണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ പ്രാർത്ഥനയും ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പ്രാർത്ഥിക്കുക, ഖുർആൻ ഓതുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര റിലാക്സ് ആവലുണ്ട് കേട്ടോ. ഭയങ്കര ഒരു മനസ്സമാധാനം, നമുക്ക് മനസ്സമാധാനം ഇല്ലയെന്നല്ല, ഭയങ്കര ഹാപ്പിനെസ്സും ഭയങ്കര ഒരു മൈൻഡ് ഫ്രീ ആകുന്നത് പോലെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അതിനൊക്കെ നമുക്ക് ആ ഒരു ടൈം ബെസ്റ്റാണെന്നാണ് ഞാൻ പറയുന്നത്, എല്ലാവർക്കും കേട്ടോ. ഇപ്പോൾ നമ്മളൊരു 7 മണി 8 മണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയമില്ല, ഒന്നിനും സമയമില്ല. സമയമില്ലാത്തൊരു ലോകത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനക്കാണെങ്കിലും എപ്പാണെങ്കിലും ഇപ്പോൾ ദുഹ്ർ നമസ്കാരത്തിൻ്റെ ആ സമയത്ത് അല്ലെങ്കിൽ അസർ നമസ്കാരത്തിൻ്റെ സമയത്ത് ഒരു ടൈമിലും നമുക്ക് ഇതിനൊന്നുമുള്ളൊരു ടൈമില്ല. പക്ഷേ രാവിലെ നമ്മളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് നമ്മൾ ലോക്കാക്കി വെച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെച്ചു. ഇനി ബാക്കിയുള്ള നമ്മൾ ഡെയിലി ലൈഫ് നമുക്ക് ഇപ്പോൾ ഫർള് നമസ്കാരം അതിങ്ങനെ നിസ്കരിച്ച് ഓരോ ടൈമിനും ഇങ്ങനെ പോവാം. ഈവനിങ്ങിന് നമുക്ക് സമയം കിട്ടും. പിന്നെയും നമുക്ക് ഈ ഈ ഒരു സമയത്ത് നല്ല റിലാക്സ് ചെയ്ത് പ്രാർത്ഥിക്കാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അതിനാണ് കേട്ടോ പ്രാധാന്യം കൊടുത്തത്. പിന്നെ അപ്പോൾ കാപ്പിയൊക്കെ കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ വീട് ഒന്ന് മൊത്തത്തിലൊന്ന് നീറ്റാക്കി വെക്കുകയാണ് കേട്ടോ. ഫുൾ പണികൾ എടുക്കാമെന്നല്ല, ജസ്റ്റ് ലിവിങ് ഒക്കെ ഒന്ന് ഒതുക്കി, നമ്മൾ തലേദിവസം എന്തെങ്കിലും അങ്ങോട്ടും ആക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി. അപ്പോൾ ഡൈനിങ് ടേബിളിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടാകും, അതൊക്കെ ഒന്ന് നീറ്റാക്കി, ഒന്ന് വൃത്തികേടില്ലാതെ ഒന്ന് വലിച്ചിട്ടതെല്ലാം ഒന്ന് തിരിച്ച് എടുത്ത് വെച്ച് ഒന്ന് നീറ്റാക്കിയിട്ട് ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുക എല്ലാ ഭാഗവും.
പിന്നെ ഞാൻ എടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണ്ട. അപ്പോൾ എനിക്ക് ഇതാണ്, ഞാൻ കുറേ ആയിട്ട് ഈ ഒരു റൊട്ടീനാണ് ഇങ്ങനെ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കുക്കിംഗ് ആണ്, ചിലർക്ക് ഫസ്റ്റ് കിച്ചണിൽ നിൽക്കാനായിരിക്കും എണീറ്റ ഉടനെ ഇഷ്ടം. അപ്പോൾ അങ്ങനെ എനിക്കും അങ്ങനെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ അങ്ങനെ അതൊക്കെ നിങ്ങളെ സാഹചര്യത്തിനനുസരിച്ചും സമയത്തിനനുസരിച്ചും. ഇപ്പോൾ കുട്ടികളൊന്നും ഇപ്പോൾ ഞാൻ വീട് ഒതുക്കി പെറുക്കി വെക്കുന്നത് നമ്മൾ എല്ലാവരും എണീറ്റിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബെഡ്ഷീറ്റ് ബെഡെല്ലാം വിരിച്ച് നീറ്റാക്കാനും ഒക്കെ പറ്റും. ചെറിയ കുട്ടികളുള്ളവരാണെങ്കിൽ അവർ എണീറ്റിട്ടുണ്ടാവില്ല, അവർക്ക് സ്കൂളിലേക്ക് പോയിട്ട് ഇനിയിപ്പോൾ സ്കൂളിലേക്ക് തുറക്കുന്ന സമയമായിക്കഴിഞ്ഞാൽ അവർ പോയിട്ട് ഒക്കെ വേണ്ടി വരും അതൊക്കെ ക്ലീൻ ചെയ്യാനും കാര്യം. അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ നിങ്ങളുടെ സാഹചര്യത്തിന്, അത് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ മാറ്റങ്ങൾ വരുത്താട്ടെ. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണം എന്നല്ല, നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് മനസ്സിലായല്ലോ, അതിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇതാ ഡൈനിങ് ഹോളും ലിവിങ്ങും ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഇതാ ബെഡും കൂടെ ഒന്ന് ബെഡ്ഷീറ്റ് ഞാൻ എണീക്കുമ്പോൾ തന്നെ ജസ്റ്റ് റഫായിട്ടൊന്ന് ചെയ്യലുണ്ട്. വെറുതെ ഒന്ന് പില്ലൊക്കെ ഒന്ന് വെച്ചിട്ട് ബ്ലാങ്കറ്റൊക്കെ ഒന്ന് റെഡിയാക്കലുണ്ട്. പക്ഷേ ഒന്നുകൂടെ ഒന്ന് നീറ്റാക്കി ഒന്ന് തട്ടി വിരിച്ച് വെക്കലുണ്ട്. ഇനിയിപ്പോൾ ബെഡ്ഷീറ്റ് മാറ്റുന്ന ദിവസമാണെങ്കിൽ അത് മാറ്റും. ഇപ്പോൾ ഇന്നിപ്പോൾ ബെഡ്ഷീറ്റ് മാറ്റുന്നതായിരുന്നു 3-4 ദിവസം 4-5 ദിവസം കൂടുമ്പോഴായിട്ട് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റൽ. അപ്പോൾ ഇന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി തട്ടി റെഡിയാക്കി വിരിച്ചിട്ട് ഒന്ന് നീറ്റാക്കി വിരിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നമ്മളെ പണി തീരാനുള്ളൊരു എന്താ പറയുക, നമുക്ക് കിച്ചണിൽ എനിക്കങ്ങനെയാണ് കേട്ടോ. കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ അകം വീടിൻ്റെ ഉള്ളിങ്ങനെ ഇപ്പോൾ വലിച്ചു വാരിയിട്ടിട്ടോ അല്ലെങ്കിൽ നീറ്റാക്കാതെ ആണ് ഉള്ളതെന്ന് വെച്ചാൽ ഒരു മൈൻഡിന് ചെറിയ ടെൻഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ പണി ഉണ്ടല്ലോ എന്നുള്ളൊരിതുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഞാൻ ഫ്രീ ആണ് കേട്ടോ. ഒരു പണി തീർന്ന പോലെ എനിക്ക് ഇങ്ങനെ ഒതുക്കി പെറുക്കി വെച്ചാൽ തന്നെ എനിക്ക് അകത്തെല്ലാം പണി തീർന്നൊരു ഫീലാട്ടോ ഉണ്ടാവുക. ഇനിയിപ്പോൾ നമുക്കാണെങ്കിലും ഇപ്പോൾ പുറത്തുനിന്ന് ഒരു ഗസ്റ്റ് വരുന്നൊന്നും നമ്മൾ കാര്യമാക്കണ്ട. നമുക്കാണെങ്കിലും നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ ഒതുക്കി പെറുക്കിയൊക്കെ വെച്ച് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിലൊരു സമാധാനമല്ലേ. ഇനിയിപ്പോൾ ഒരു ഗസ്റ്റ് വേറെ ആരെങ്കിലും അപ്രതീക്ഷിതമായി വരികയാണെങ്കിലും നമ്മുടെ വീട് നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതാ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ ഇതൊരു എഗ്ഗ് കുറുമ കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു എഗ്ഗ് കറിയാണേ. അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു സവാള, ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, ഒരു 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. ഇത് ഒരു എഗ്ഗ് കുറുമയാണ് കേട്ടോ. നല്ലൊരു നിങ്ങൾക്കൊരു ഒരു വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ, വെജിറ്റേറിയൻസ് മീൻസ് എഗ്ഗ് കഴിക്കുന്നവരുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ഇത് കണ്ടു നോക്കാം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ലഞ്ചിനുള്ള കാര്യങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് നമുക്ക് എന്താണോ ഉണ്ടാക്കേണ്ടത് അതൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ ഒന്ന് പ്ലാൻ ചെയ്യുക. എന്നിട്ട് ഫ്രീസറിലുള്ള മീറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് പുറത്തേക്ക് വെക്കുക. ആ ഒരു ടൈമൊക്കെ നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോടുകൂടി തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുക്കിംഗ്, അതായത് ലഞ്ചിനുള്ള കാര്യങ്ങളും കൂടെ നോക്കുകയാണെങ്കിൽ പാചകം നമുക്ക് പെട്ടെന്ന് തീർത്തിട്ട് പിന്നെ ബാക്കിയുള്ള ചെറിയ ക്ലീനിങ്ങിലേക്ക് പോയാൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഫിഷ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സവാളയെല്ലാം വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് തന്നെ ഞാൻ ഒരു ബൗള് കുറച്ച് ഒരു വലിയ ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്തത്, പിന്നെ ഗ്രീൻ പീസ്, ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തത്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. സവാള മാത്രമായാലും മതി കേട്ടോ. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ നമ്മുടെ എഗ്ഗ് കുറുമക്ക് കിട്ടാൻ പോകുക. ഇത് ചേർത്ത് കൊടുത്താൽ പിന്നെ കുറച്ച് മസാല ചേർത്ത് കൊടുക്കുക, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതാ ഒരു 2 ടീസ്പൂൺ എരിവിനനുസരിച്ച് കേട്ടോ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓപ്ഷനിലാണ് കുറച്ച് ഒരു 1/2 ടീസ്പൂണെല്ലാം വലിയ ജീരകത്തിൻ്റെ പൗഡർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷനിലാണ് കേട്ടോ. കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തുന്നുള്ളൂ, ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയില്ലേ, ബിരിയാണി മസാല, ഗരം മസാല ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് രണ്ടും ഇല്ലെങ്കിൽ മീറ്റ് മസാലയില്ലേ അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് 1/2 ടീസ്പൂൺ തന്നെ മതി. അതൊന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ സോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മതി കേട്ടോ. നമ്മളിപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കാണ്ട്, അപ്പോൾ അത് ഒരുപാടങ്ങ് ലൂസാക്കണ്ട. ഇനിയിപ്പോൾ ഇതൊന്ന് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. അത്രയും മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ അതവിടെ ഒന്ന് വിസിലടിച്ച് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കണം കേട്ടോ. അതായത് കടി ഇന്ന് ഉണ്ടാക്കുന്നത് നെയ്പത്തിരിയാണ് കേട്ടോ. ഞാനിത് മുന്നേ നെയ്പത്തിരിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. നമ്മൾ പത്തിരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്നത്, അതായത് പച്ചരിൻ്റെ പത്തിരിപ്പൊടിയില്ലേ, അത് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതായാലും ഉണ്ടാക്കിയതായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. വറുത്തതാണെങ്കിലും വറുക്കാത്ത പച്ചരിപ്പൊടിയാണെങ്കിലും ഒന്നും കുഴപ്പമില്ല. നൈസ് പത്തിരിൻ്റെ പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്ന നെയ്പത്തിരി, നമ്മളെ വയനാട് സ്പെഷ്യൽ നെയ്പത്തിരിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ച് കൊടുത്ത് നമ്മളൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം തിളച്ച് വരട്ടെ. ആ ഒരു സമയം നമ്മളെ കുക്കർ വിസിൽ വന്നു കേട്ടോ. 2 വിസിൽ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്.
അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ പത്തിരിപ്പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മുന്നേ റെസിപ്പി ചെയ്തിട്ടുണ്ട്, ജംഷി റെസിപ്പീസ് നെയ്പത്തിരി, വയനാട് സ്പെഷ്യൽ നെയ്പത്തിരി എന്നൊക്കെ അടിച്ചു നോക്കുക കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വെള്ളം ആവശ്യത്തിനനുസരിച്ച്, തിളച്ച വെള്ളം ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു കുഴവിൽ തന്നെ നിങ്ങൾ കുഴച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ, ഒരു പിടി തേങ്ങയും കുറച്ച് ചെറിയ ജീരകം, വലിയ ജീരകം വേണേൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ ജീരകം എടുത്തേ. ഒരു 2 ചുവന്നുള്ളി, ചെറിയ ഉള്ളിയിൽ അതും കൂടെ ഒന്ന് ക്രഷ് ചെയ്തതൊന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. നമ്മൾ പൊടി വാട്ടിയതിന് ശേഷം ഇത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഒരുപാട് ഹാർഡാക്കി കുഴക്കരുത്, ഒരുപാടങ്ങ് ലൂസായിട്ടും പോകരുത്. അപ്പോൾ അതവിടെ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അല്ലേ നമ്മളെ കറി ഞാനൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 4-5 കാഷ്യൂനട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അതാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് അത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് എഗ്ഗ് ഉണ്ടല്ലോ, ഞാൻ 2 എഗ്ഗ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ കറിക്കൊരു തിക്നെസ്സും കാര്യങ്ങളും എല്ലാം കിട്ടും. ഞാൻ പറഞ്ഞതുപോലെ ഈ ക്യാരറ്റും ഗ്രീൻ പീസും കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കിത് വെള്ള കളറിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ നെയ്പത്തിരിക്കുള്ള ഓയിൽ അപ്പുറത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഹാഫ് തേങ്ങ ചിരകിയത്, 1 പാല്, കുറച്ച് വെള്ളം അധികം ഒഴിച്ചിട്ട് ഒരു പാലെടുക്കുക കേട്ടോ, അത്രയും മതി. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് തിളച്ച് മറയരുത്, ജസ്റ്റ് തിള വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ എഗ്ഗ് കുറുമ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. എല്ലാ അപ്പത്തിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയും എല്ലാം കോമ്പിനേഷനായിട്ട് പോകുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. ഞാനിതാ കുറച്ച് മല്ലിയിലയും കൂടെ മൈസൂർ മല്ലിയാണ്, അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് സൈഡിൽ നിന്നെല്ലാം തിളച്ച് വരുന്നൊരു സമയമാകുമ്പോൾ നമുക്ക് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല റിച്ച് കറി കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ ക്യാരറ്റും ഗ്രീൻ പീസും ഇടുന്ന സമയത്തില്ലേ, സാധാരണ നമ്മൾ എഗ്ഗ് കുറുമ വെക്കുന്ന ആ ഒരു ടേസ്റ്റിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ എന്തായാലും. ഇനിയിപ്പോൾ നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള നമ്മളെ പത്തിരി ഓരോന്നായിട്ട് തിളച്ച എണ്ണയിലിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. നല്ല ചൂട് നെയ്പത്തിരി തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നെയ്പത്തിരി പൂരി എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ കറിയൊക്കെ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ കഴിക്കുന്ന സമയത്ത് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒന്നും ഇങ്ങനെ സ്റ്റിഫായിട്ട് ഇങ്ങനെ കുറേ സമയമൊന്നും നിൽക്കില്ല. അതൊരു കാര്യം കേട്ടോ. അത് ചൂടോടെ തന്നെ ഉണ്ടാക്കിയ ഉടനെ തന്നെ കറിയാക്കി വെക്കുക. എന്നിട്ട് ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിച്ചാൽ മതി. അപ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് ബീഫ് വരട്ട്, ചിക്കൻ മുളക് ഇട്ടതില്ലേ, അതൊക്കെ നല്ല പൊളി കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറികളൊക്കെ അല്ലേ നമുക്ക് വേണ്ടത്. പിന്നെ അധികം സ്പൈസി ആയിട്ട് കഴിക്കാത്തവരുണ്ടാവും, അവർക്കൊക്കെ ഈ ഒരു കറി നല്ല അടിപൊളിയായിരിക്കട്ടെ. എഗ്ഗ് എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ പറഞ്ഞൊരു ബുദ്ധിമുട്ടും പ്രോസസ്സും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം. ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് നോക്കി പെട്ടെന്നാവുന്നൊരു കറിയാണ് ഞാൻ കാണിച്ചത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷും കൂടെയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ ഇതാ ഞാൻ നമ്മളെ നെയ്പത്തിരി എല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ലഞ്ചും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചായ കൂടി കൂടെ കഴിയും കേട്ടോ. ഇന്നിപ്പോൾ റഫീഖക്ക് പോകാനൊന്നുമില്ല, റഫീഖ ലീവാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വേഗം നല്ല സമാധാനത്തിലൊക്കെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇല്ലെങ്കിൽ ചിലപ്പം റഫീഖക്ക് കൊടുക്കും, പിന്നെ ഞാനും വാവയും കഴിക്കുക. ചിലപ്പം ഒന്നിച്ചിരിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഇന്നിപ്പോൾ റിലാക്സ് ചെയ്തിട്ട് നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ കറീൻ്റെ ആ ഒരു ടെക്സ്ചർ കണ്ടില്ലേ, നല്ല അത്യാവശ്യം. ഇതിൽ കുറുക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാഷ്യൂനട്ടും കൂടെ ചേർക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് കാഷ്യൂനട്ട് കയ്യിലില്ല, അത് വേണ്ട, അങ്ങനെയാണെങ്കിൽ 1 ടീസ്പൂൺ മൈദയല്ല, ഒട്ടും ഹെൽത്തി അല്ല, മൈദയാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഹെൽത്തി അല്ലാത്തൊരു കാര്യം ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ 1 ടീസ്പൂൺ കുറച്ച് പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി. ടേസ്റ്റിനൊന്നും ഒരു ഡിഫറൻസും ഉണ്ടാവില്ല. പക്ഷേ ഹെൽത്തി അല്ല, അത് വേറെ കാര്യം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു പ്രിഫർ ചെയ്യാത്തത്. നിങ്ങൾക്ക് കാഷ്യൂനട്ട് തന്നെയാണ് നമുക്ക് ഒന്നുകൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മുറ്റവും കൂടെ ഒന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ. നന്നായിട്ട് വെയിലൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ മുറ്റം ഒന്ന് അടിച്ചെടുത്തിട്ട് കയറിയാൽ ഇനിയിപ്പോൾ ലഞ്ച് ഉണ്ടാക്കാൻ അങ്ങനത്തെ കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അകത്ത് കയറി കഴിഞ്ഞാൽ ലഞ്ച് ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ക്ലീനിങ്ങും കൂടെ കേട്ടോ. അതാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വാഷ് ചെയ്യാനുള്ള തുണികളും വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതല്ല, അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത്.
ഇനിയിപ്പോൾ ഇതാ നമ്മളെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ തലേ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ പണികളൊക്കെ വേഗം തീരാൻ എല്ലാം ഒരു ഒരുക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ തലേ ദിവസം ചീരയോ എന്താണെങ്കിലും ഉപ്പേരിക്കൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കുക, അല്ലെങ്കിൽ മീനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. അതൊന്നും ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യുന്നില്ലെങ്കിലും മൈൻഡിലെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യുക. എന്ത് നാളെ രാവിലെ ദോശയും എഗ്ഗ് കറിയും അല്ല, അങ്ങനെ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇതുണ്ടാക്കാം, അല്ലെങ്കിൽ ലഞ്ച് ഇതുണ്ടാക്കാം, അതിനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ അത് വാങ്ങിപ്പിക്കാം, അല്ലെങ്കിൽ രാവിലെ അത് അങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക കേട്ടോ. അത് നമ്മൾ പണികൾ തീരാൻ ഏറ്റവും ബെസ്റ്റ് തീരുമാനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക അങ്ങനെ. ഇതിപ്പോൾ അതാ ഞാൻ നമ്മളെ ലഞ്ചിന് വേണ്ടിയിട്ട് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ചീര നമ്മൾ റമദാനിൽ നട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ, ചീര നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ ഏടത്തിൻ്റെ വീട്ടിലായിരുന്നില്ലേ, പിന്നെ റഫീക്ക് അത് പറിക്കാണ്ട് വെച്ചതാണ്. അപ്പോൾ ആദ്യത്തെ എടുക്കലാണ് കേട്ടോ, വിളവെടുക്കലാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ. നമ്മൾ നട്ടിട്ട് നമ്മൾ പറിച്ചിട്ട് കറി വെക്കുമ്പോൾ ഒരു ഫീലല്ലേ. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യണമല്ലോ. അപ്പോൾ ഇന്ന് ചീര ഉപ്പേരി, പിന്നെ മീനുണ്ട്, മാന്തളില്ലേ, നമ്മളിവിടെ മാന്തൾ എന്നാണ് പറയുക, നൊങ്ക് എന്നൊക്കെ പറയില്ലേ, അതുണ്ട്. അത് കറി വെക്കണം, പൊരിക്കണം. അപ്പോൾ അതൊക്കെയാണ് ഒരു നാടൻ ഒരു സിമ്പിൾ ലഞ്ച് അതാണ്. അപ്പോൾ ഞാൻ അടുപ്പിലേക്ക് ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാം ഞാൻ ചോറ് കുക്കറിലാണ് വെക്കുന്നത്. കുക്കറിൽ ഒരു 1.25 കപ്പ് 250 ml കപ്പ് കേട്ടോ, അത്രയും അരി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു വിസിൽ വന്നാൽ നമുക്ക് ചോറാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറിൽ തന്നെയാണ്, എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ തന്നെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ മീനെല്ലാം ഞാൻ തലേ ദിവസം തന്നെ ഞാൻ പറഞ്ഞില്ലേ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തണുപ്പൊക്കെ വിട്ട് അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ, ഒരു കോമൺ മസാല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇത്ര നേരത്തെ എണീറ്റിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞൊരു 8 മണി 9 മണി അതിൻ്റെ ഉള്ളിൽ നമ്മൾ പണികൾ നമുക്ക് തീരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 7:30 ഒക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ലഞ്ചും കൂടെ ആക്കി കഴിഞ്ഞ് ജസ്റ്റ് ഒരു അടിച്ചു വാരുക തുടക്കുക ഇതേ പണിയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കാൽക്കുലേഷനിലൂടെ നമ്മൾ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ, പ്ലാനിങ്ങോട് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് പണിയുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ചിലപ്പം നിങ്ങൾക്ക് തോന്നും 4 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പോലെ ഉറക്കത്തിൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ എന്തായാലും ഇപ്പം ഞാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ 4 മണിക്ക് എണീറ്റിട്ട് ഞാൻ ഉറങ്ങാതെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ കിടത്താൻ കാര്യങ്ങളും ഒന്നുമില്ല. ചിലർക്ക് അങ്ങനെ കിടന്നിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. എനിക്ക് ഒരു കണ്ണിൽ ഉറക്ക ക്ഷീണം ഉച്ച കഴിഞ്ഞാൽ ഇങ്ങനെ പിറ്റേ ദിവസം എനിക്ക് ഇപ്പോൾ എണീക്കാൻ തോന്നില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഉച്ചേൻ്റെ മുമ്പ് ഒരു 11 മണി ഒരു സമയമാകുമ്പോൾ ഞാൻ കുറച്ചൊന്ന് കിടക്കും കേട്ടോ. ഒരു മണിക്കൂറൊക്കെ കിടക്കും. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് സമയം ഒന്ന് കിടക്കലുണ്ട്. അപ്പോഴാണ് എനിക്ക് പിറ്റേ ദിവസം ഇതുപോലെ തന്നെ റൊട്ടീന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഉറങ്ങാത്ത ദിവസം നമുക്ക് പറ്റൂല കേട്ടോ. കാരണം അത്രയും സമയത്ത് ഉറക്കം നമുക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ നിങ്ങളെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അപ്പോൾ ഇതാ ഞാൻ നമ്മളെ ലഞ്ചിലേക്കുള്ള മീൻ കറിയിലേക്കുള്ള തേങ്ങ അരപ്പും ചീരപ്പേരിയിലേക്കുള്ള തേങ്ങ ഒതുക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ മിക്സി ഉണ്ടല്ലോ, മിക്സി ജസ്റ്റ് ഒന്ന് കൈയോടെ തന്നെ ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ടൊന്ന് തുടച്ചിട്ട് അത് വെക്കുന്ന സ്ഥാനത്തേക്ക് അത് എടുത്ത് വെക്കാം. ഇനിയിപ്പോൾ ഇതാ മീൻ കറി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ തേങ്ങ അരച്ച മീൻ കറിയൊക്കെ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒരു ചെറിയൊരു മാറ്റത്തോട് കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. പാന് വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഉലുവ ഒന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഉലുവ പൊട്ടിച്ചിട്ട് അതിലേക്ക് തക്കാളി പച്ചമുളക് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പേരിക്കുള്ളത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മീൻ പൊരിക്കാനുള്ളത് റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ കട്ട് ചെയ്ത തക്കാളി പച്ചമുളകുണ്ട്, ഞാനിപ്പോൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുടംപുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വാളംപുളിയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. മാങ്ങയാണെങ്കിലും നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ മാങ്ങയൊക്കെ നല്ല സീസണല്ല, അപ്പോൾ പച്ചമാങ്ങയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ഇനി ഉപ്പേരി വെച്ച് കൊടുക്കുക. ചീര ഉപ്പേരിയായിട്ട് വെച്ച് കൊടുക്കുന്നത്. ചിലർ ഉപ്പേരി എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ തേങ്ങക്കൊന്നും ഒതുക്കിയിട്ടുണ്ടായിരുന്നില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായില്ല. അത് കഴുകി ക്ലീൻ ചെയ്ത് ചീരയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അതൊന്ന് മിക്സാക്കി കൊടുക്കുക. ജസ്റ്റ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല തളിരല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അധികം മൂക്കാത്ത ചീര ആയതുകൊണ്ട് തന്നെ ഒന്ന് ചൂട് കെട്ടുമ്പോഴത്തേക്കും റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ജംഷിക്ക് എപ്പോഴും ചീര ഉപ്പേരിയാണല്ലോ അല്ലെങ്കിൽ ചീര താളിച്ചതാണല്ലോ. എനിക്ക് എൻ്റെ ഫേവറേറ്റ് കേട്ടോ. എന്ത് ഉപ്പേരി ഉണ്ടെങ്കിലും ഒരു ചീര ഉപ്പേരി എനിക്ക് മസ്റ്റാണ്. അല്ലെങ്കിൽ ഇന്ന് കഴിച്ചില്ലെങ്കിൽ നാളെങ്കിലും കഴിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മീൻ കറിയിലേക്കുള്ള തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു 4-5 വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചു കൊടുത്തു. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. പിന്നെ ചില കറിയിൽ ഞാൻ വലിയ ജീരകം ചേർത്ത് കൊടുക്കും, ചില കറിയിൽ ഞാൻ വലിയ ജീരകം ചേർത്ത് കൊടുക്കില്ല കേട്ടോ. അതൊക്കെ എന്താ പറയുക, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തലുണ്ട് കേട്ടോ. അപ്പോൾ വെക്കുന്ന രീതിയിലായാലും ഓരോ മീൻ കറിക്കും ഓരോ ടേസ്റ്റ് അല്ലേ. അപ്പോൾ വെക്കുന്ന രീതിയിലായാലും ഇപ്പോൾ ഇന്ന് വെച്ച കറി ആയിരിക്കും നാളെ വെക്കുക, ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ വരുത്തലുണ്ട് കേട്ടോ. ഒരേ ടേസ്റ്റ് എന്തോ പോലെയല്ലേ. അപ്പോൾ അങ്ങനെ ചെറിയ മാറ്റങ്ങൾ എനിക്ക് തന്നെ തോന്നിയിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുത്തലുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു തന്ന എഗ്ഗ് കറിയില്ലേ, അതൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ. എനിക്ക് തോന്നി ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താലോ, അപ്പോൾ അതിനൊരു വേറെ ടേസ്റ്റ് കിട്ടുമല്ലോ, എന്നിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ തോന്നുമ്പോൾ ഉണ്ടാവുന്ന ഓരോ സിമ്പിൾ റെസിപ്പീസാണ് കേട്ടോ അതൊക്കെ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. അധികം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറികളും എല്ലാം ഇങ്ങനത്തെ ഞാനിങ്ങനെ ചെയ്ത് പരീക്ഷിച്ച് വിജയിച്ച് ഉണ്ടാകുന്ന റെസിപ്പീസാണ് നിങ്ങൾക്ക് തരുന്ന അധിക റെസിപ്പീസും. പിന്നെ ഒരു കാര്യം, എൻ്റെ മീൻ കറി അടുപ്പിലുണ്ട്, മീൻ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമയം തന്നെ നമ്മൾ അതുവരെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി മാറ്റുക. പിന്നെ എൻ്റെ കിച്ചൺ നിങ്ങൾക്കറിയാം, ചെറിയ കിച്ചണാണ്. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിലൊന്നും ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ പരത്തിയിടാതെ അപ്പോൾ എടുത്തിട്ടുള്ള ബോട്ടിലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. വേഗം അതെടുത്ത് അതിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തേക്ക് അത് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതാ നമ്മൾ കറിയും റെഡി ആയിട്ടുണ്ട്, മീൻ പൊരിച്ചതും റെഡി ആയിട്ടുണ്ട്, ചീരോപ്പേരിയും സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടേക്കൊന്ന് കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യണം. മാത്രമല്ല നമ്മൾ ഈ കറികളെല്ലാം ഒരു സൈഡിലേക്ക് അടച്ചു വെച്ചൊരു സൈഡിലേക്ക്, ഇവിടെ തന്നെയാണ് ഇവിടെ ഞാനിപ്പോൾ വർക്ക് ഏരിയയിലേക്കാട്ടോ മാറ്റുന്നത്. അപ്പോൾ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഇവിടെ ഉണ്ടാവില്ല, നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നോളും. അതിനുശേഷം അടുപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ അവിടേക്കൊന്ന് വൈപ്പ് ചെയ്തും തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് നമ്മൾ മീനെല്ലാം പൊരിച്ച എണ്ണയും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ആദ്യം ജസ്റ്റ് നമ്മൾ എന്താ പറയുക, ക്ലീനിങ് ലിക്വിഡോ അല്ലെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡോ എന്തെങ്കിലും കുറച്ചൊരു ക്ലോത്തിൽ, ഒരു ഷിഫോണിൻ്റെ ക്ലോത്തിലാട്ടോ ഞാനൊക്കെ, എന്നിട്ട് ആ എണ്ണ മുഴുവൻ ഇങ്ങോട്ടേക്ക് ആദ്യം തുടച്ചെടുക്കും, ഗ്യാസിൻ്റെ മുകളിൽ നിന്നോ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ നിന്നൊക്കെ. എന്നിട്ട് ഒന്നും കൂടെ ആ ക്ലോത്ത് ഒന്നും കൂടെ പിഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കും കേട്ടോ. അപ്പോഴാണ് നമ്മളെ ഇപ്പോൾ മൈക്രോ ഫൈബർ ക്ലോത്തിൽ എണ്ണയൊന്നും ഉണ്ടാവില്ല, നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ലാസ്റ്റ് തുടക്കുമ്പോൾ ഒരു 2 പ്രാവശ്യം മറ്റേ ക്ലോത്ത് കൊണ്ട്, ഒരു ഷിഫോൺ ക്ലോത്ത് കേട്ടോ ഞാൻ എടുക്കുക. നല്ല സോഫ്റ്റാണ്, എന്നാൽ സ്ക്രാച്ചൊന്നും വീഴാത്ത, പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് വൈപ്പ് ചെയ്ത് കൊടുക്കട്ടെ. എന്നിട്ടാണ് ഞാൻ മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഒന്നുകൂടെ വൈപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല വെട്ടിത്തിളങ്ങുന്ന കൗണ്ടർ ടോപ്പും ഗ്യാസ് ടോപ്പൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ആ ഒരു ക്ലോത്തിൽ അങ്ങനെ എണ്ണ അധികം ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ കിച്ചണിലെ ക്ലീനിങ് അങ്ങ് കഴിയുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് സോപ്പ് പൊടിയിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് അതൊന്ന്, ഇനിയിപ്പോൾ കല്ലിലൊന്നും അലക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വെറുതെ ഇങ്ങനെ വാഷ് ബേസിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി അങ്ങ് കളഞ്ഞാൽ മതി. കുറച്ച് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് എടുത്താൽ അത് ആ എണ്ണമയൊക്കെ ഒന്ന് പോയി നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കിച്ചണിലെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കിച്ചണൊക്കെ നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ബാക്കിയുള്ള പണി ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. എനിക്കങ്ങനെയാണ്. പിന്നെ ക്ലീൻ ചെയ്ത സ്ഥലം ഇങ്ങനെ കാണാനും അതും ഒരു ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ മറ്റേ കിച്ചണിൽ, എല്ലാ കിച്ചണും യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച കിച്ചണിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ കിച്ചണിൽ ഞാൻ ഒന്നും വലിച്ചിടൂല കേട്ടോ. അത് നീറ്റായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതാ അടിച്ചുവാരൽ ബാക്കിയുണ്ട്. നമ്മളെല്ലാം ഒതുക്കി പെറുക്കി വെച്ചതല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് അടിച്ചു വാരുന്നുണ്ട്. ഒന്ന് തുടച്ചും കൂടെ ഇടണം കേട്ടോ. പിന്നെ ഞാൻ എന്നൊന്നും തുടക്കാറില്ല, ഒരു 4 ദിവസം കൂടുമ്പോഴേക്കാണ് തുടക്കാറുള്ളൂ കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുത്തും. വേറെ വലിയ പണിയില്ലാത്ത ദിവസം തുടക്കുന്ന ദിവസം ആക്കിയെടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ പണി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അല്ലാണ്ടൊന്നും ഇപ്പോഴത്തെ വീട്ടിൽ പണ്ടത്തെ പോലെ ഒരു റൂമും അല്ലെങ്കിൽ 2 റൂമും ചെറിയൊരു അങ്ങനെ ആയിട്ടല്ലല്ലോ. ഇപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും ഒരുപാട് ഏരിയകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരുപാട് ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കറി ഒരു തോരൻ, ഇന്നതല്ല. നമുക്ക് ആർക്കും അങ്ങനെയൊന്നും പറ്റില്ല. അങ്ങനെ ഒക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മളെ കാര്യങ്ങളും കൂടെ നമ്മൾ ചിട്ടപ്പെടുത്തിയാൽ നമുക്ക് നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ്
പെട്ടെന്ന് ഫ്രീ ആവാനും വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ പണി എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം വരെ, ചിലർ ഉച്ച വരെ 2-3 മണി വരെയൊക്കെ നീട്ടി കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ കാരണം ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് എല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്കെല്ലാം നല്ല ഈസി ആയിട്ട് സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. കുളിയും കാര്യങ്ങളൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് കേട്ടോ. 9 മണിയാകുമ്പോൾ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സമയത്ത് കുളിച്ചാലും മതിയല്ല. അപ്പോൾ എനിക്ക് ആ ഒരു ശീലമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്നത്. ഇതിപ്പോൾ അല്ലേ ഞാൻ വീഡിയോ എടുക്കുന്നത് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നത്, ജസ്റ്റ് ഒന്ന് ആ ഒരു ക്ലിപ്പൊന്ന് എടുത്തതാണ് കേട്ടോ. ഇന്നിപ്പോൾ എനിക്ക് 9 മണിയായത് റഫീഖ വീട്ടിൽ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. റഫീഖ വീട്ടിൽ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പേ തന്നെ കഴിയും കേട്ടോ. അറിയാലോ, ആണുങ്ങളുണ്ട്, നമ്മൾ ഒന്നും കൂടെ ഒന്ന് സമയം നമുക്ക് അവിടെ ഇവിടെ ചിലപ്പം പോകുമല്ലോ. അപ്പം അങ്ങനെ, അപ്പം നിങ്ങൾ ഈ ഒരു റൊട്ടീൻ നിങ്ങളൊന്ന് പറ്റുമെങ്കിൽ ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. സൂപ്പറാണ്. നിങ്ങൾ ഒരു ദിവസം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നിങ്ങളെ മടിയെല്ലാം മാറി നിങ്ങൾ ഫ്രഷ് ആളായിട്ട് ഒരു പുതിയ ആളായെന്ന് നിങ്ങൾക്ക് തോന്നും. ഇപ്പം ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട്, അത് എന്താണെങ്കിലും കേട്ടോ, നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ റെസിപ്പികൾ കണ്ടുപിടിക്കാനും പുതിയ പുതിയ ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളും എല്ലാം ചെയ്യാനും എനിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് മറന്നു പോകരുത് കേട്ടോ. ഒരു ലൈക്കോ ഒരു തമ്പോ ഒരു സ്മൈലിയോ എന്താണെങ്കിലും അത് നിങ്ങൾക്ക് അറിയുന്ന പോലെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഇനി നല്ല നല്ല അടിപൊളി വീഡിയോസായിട്ടും ഡേ ഇൻ മൈ ലൈഫും റെസിപ്പിയും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.